മാസ്റ്റർ മൈൻഡിലേക്ക് സ്വാഗതം. ബഹുമാന്യരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ലോകചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നിനെ വെളിച്ചം കൊണ്ട് നേരിട്ട ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെയും ആദരവോടെയും മഹാത്മാവ് അഥവാ മഹത്തായ ആത്മാവ് മഹത്ത് എന്ന് വിളിക്കുന്നു. ഒരു സാമ്രാജ്യത്തോട് പടവെട്ടിയത് പീരങ്കികൾ കൊണ്ടോ സൈന്യബലം കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് ഒരു നൂൽക്കുന്ന ചർക്ക കൊണ്ടും ഉപ്പിന്റെ ഒരു തരി കൊണ്ടുമായിരുന്നു. അദ്ദേഹം ലോകത്തിനൊരു പുതിയ പാത കാണിച്ചു കൊടുത്തു. വിവേകവും വിനയവും ദേശത്തേക്കാൾ ശക്തിയുള്ളതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നമ്മൾ ഇന്ന് ഓർക്കേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നേതാവിനെ മാത്രമല്ല, അതിലുപരി അനീതിയെ നേരിടാൻ ലോകത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും ശക്തമായ ആയുധത്തെയാണ്: സത്യാഗ്രഹം. സത്യത്തോടുള്ള പ്രതിബദ്ധതയും അഹിംസ എന്ന ആത്മബലവും ചേർന്ന ഈ തത്വമാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ സംഭാവന. ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ലോകം വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും വെറുപ്പും വിവേചനങ്ങളും കൊണ്ട് പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ടുതന്നെ മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒരു ചരിത്രപുസ്തകത്തിലെ ഏടല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള ഒരു മാർഗരേഖയാണ്. സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയാൽ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് നമുക്ക് അദ്ദേഹത്തിലൂടെ പഠിക്കാം. അദ്ദേഹത്തിന്റെ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കണ്ണിന് കണ്ണ് എന്ന നയം ലോകത്തെ മുഴുവൻ അന്ധമാക്കും. ഈ അന്ധതയിൽ നിന്ന് എങ്ങനെ വെളിച്ചത്തിലേക്ക് വരാമെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായി മാറിയതെന്ന ചോദ്യം നമ്മൾ ചോദിക്കണം. തോക്കുകളോ രക്തച്ചൊരിച്ചിലോ അക്രമങ്ങളോ ഇല്ലാത്ത ഒരു വിപ്ലവം. അതിന് കാരണം അദ്ദേഹത്തിന്റെ ആയുധം മറ്റൊന്നായിരുന്നു. അതാണ് സത്യാഗ്രഹം. സത്യാഗ്രഹം എന്നാൽ വെറുമൊരു വാക്കല്ല, അതൊരു ജീവിത രീതിയാണ്. അതിന്റെ അർത്ഥം സത്യത്തോടുള്ള ആഗ്രഹം എന്നാണ്. ഗാന്ധിജിക്ക് സത്യഗ്രഹമെന്നാൽ ഭീരുത്വം കാണിച്ചുകൊണ്ട് പിന്മാറുന്ന നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പായിരുന്നില്ല, മറിച്ച് അത് സജീവമായ ഒരു ആത്മശക്തിയായിരുന്നു. ഇതൊരു യുദ്ധമായിരുന്നില്ല, ഇത് നീതിക്കു വേണ്ടിയുള്ള, സത്യത്തെ തേടിയുള്ള ഒരു ആത്മീയ യാത്രയായിരുന്നു. ഇതിന്റെ അടിസ്ഥാന തത്വം അഹിംസയാണ്. അഹിംസ എന്നാൽ ദ്രോഹിക്കാതിരിക്കുക എന്നതിലുപരി എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും അനുകമ്പയും കാണിക്കുക എന്നതാണ്. ഗാന്ധിജി പറഞ്ഞു, ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമ എന്നത് ശക്തന്റെ ഗുണമാണ്. അതായത് അഹിംസ എന്നത് ദുർബലന്റെ കയ്യിലെ ആയുധമല്ല, മറിച്ച് ഏറ്റവും വലിയ ധൈര്യമുള്ള മനക്കരുത്തുള്ള മനുഷ്യന്റെ ആയുധമാണ്. അടിച്ചമർത്തുന്നവരുടെ മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടിയായിരുന്നു ഗാന്ധിജി അഹിംസയെ ഉപയോഗിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം ഈ തത്വം ആദ്യമായി പ്രയോഗിച്ചു. പിന്നീടത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു കൊടുങ്കാറ്റായി മാറി. ശാരീരിക ശക്തിയല്ല, ധാർമ്മിക ശക്തിയാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. അഹിംസ എന്ന ഈ തീപ്പന്തം ഏറ്റുവാങ്ങിയാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ അമേരിക്കയിലെ പൗരാവകാശ പ്രസ്ഥാനത്തെ നയിച്ചതും നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ വർണ്ണവിവേചനത്തോട് പോരാടിയതും. ഇതാണ് ഗാന്ധി തത്വത്തിന്റെ അടിത്തറ. സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ കീഴടക്കുക, സത്യം കൊണ്ട് അസത്യത്തെ നേരിടുക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.